സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്? 2025 ഓഗസ്റ്റ് 15 ആകുമ്പോഴത്തേക്ക് മസ്റ്റായിട്ടും ഒരാൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, മിനിമം ഒരാളുടെ വാർഷിക വരുമാനത്തിന്റെ 10 ഇരട്ടിയുള്ള തുക ഇൻഷുറൻസ് കവറേജ് വേണം. അത് റിട്ടേൺ കിട്ടാനുള്ള കവറേജ് അല്ല. അയാൾ ഇല്ലാതെ പോയാൽ അയാളുടെ ഫാമിലിയുടെ അക്കൗണ്ടിലേക്ക് ഈ ഇത്രയും എമൗണ്ട് വരണം. 2, നമ്മൾ ഹോസ്പിറ്റലൈസ് ആയാൽ നമ്മളുടെ ചികിത്സയ്ക്കുള്ള പണമോ നമ്മുടെ കുടുംബത്തിന്റെ ചികിത്സയ്ക്കുള്ള പണമോ 10 ലക്ഷം രൂപയെ കുറയാതെ, ഇന്ന് ഞാൻ പറയുന്നത് മിനിമം 3 ലക്ഷം വേണം. ഡെയിലി 500 രൂപ ഇല്ലാത്ത ആൾക്കാരില്ല. ആ ഒരു 1000 രൂപയിലുള്ള വരുമാനമുള്ള ആളുടെ എങ്കിലും മിനിമം ഇൻഷുറൻസ് തുക, മെഡിക്കൽ ഇൻഷുറൻസ് തുക 3 ലക്ഷം രൂപയായിരിക്കണം. 3, നമ്മുടെ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിൽ നമ്മൾ പാർട്ടാവണം. അതിന് നമ്മൾ ഈ മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതിന്റെ വാല്യുവേഷനോ അതിന്റെ ഇപ്പോഴത്തെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റോ ഒന്നും നമ്മൾ നോക്കാൻ പാടില്ല. ട്രസ്റ്റ് ചെയ്യണം. അടുത്തൊരു 10 വർഷത്തേക്ക് ഈ ഒരു വർഷം നമ്മൾ മിനിമം ഏറ്റവും കുറഞ്ഞത് ഒരു 2000 രൂപയെങ്കിലും SIP ചെയ്തു പോകണം, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. അപ്പൊ ഈ 3 ബേസിക് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം 365 എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് ചെയ്യുവാണ്. അടുത്ത 360 ദിവസം കഴിയുമ്പോൾ ഇതിന് പ്രകടമായ വ്യത്യാസമാണ്.